ആണ് കല്യാണത്തിലേക്ക് എത്തുന്നത്. ഈ സമയങ്ങളിലൊന്നും എനിക്ക് ഈ കല്യാണം വേണ്ട, എനിക്കൊരു പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് കാണല് ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ പെണ്ണ് കാണലായിട്ടൊരു കല്യാണം ഉണ്ടായിട്ടില്ല. ഞാൻ ദുബായിലായിരുന്നു, ഫോട്ടോ കണ്ട് അവിടെ കൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലേക്ക് വരുന്നു, കല്യാണത്തിന്റെ നിക്കാഹിന്റെ ഒരു 5-6 ദിവസം മുമ്പ് ഒന്ന് ജസ്റ്റ് അവരുടെ വീട്ടിൽ പോകുന്നു, ഇറങ്ങുന്നു, അത്രേ ഉള്ളൂ. പെണ്ണ് കാണൽ ചടങ്ങായിട്ട് വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ കല്യാണം വരുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. കാരണം ഞാൻ കല്യാണത്തിന് ഞാൻ ആളുകളെ പോലെ അഭിനയിക്കണമല്ലോ. ഉള്ളിൽ പെൺ സ്ത്രീ ആണെങ്കിൽ പോലും അഭിനയിച്ച് നിൽക്കണമല്ലോ ആളുടെ മുമ്പിൽ. അപ്പൊ ഞാൻ അതിന് ഫോട്ടോഗ്രാഫർ എന്നെ അറിയുന്ന ഒരാളായതുകൊണ്ട് അവരോട് ഞാൻ പറയും, എടുക്കുന്ന പോസൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാക്കണേ, ആൽബം വരുമ്പോൾ ആണുങ്ങളെ പോലെ തന്നെ വേറിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ്. ഭയങ്കര ഇന്ത്യൻ ലൈഫ് ഒരു വലിയ സ്റ്റോറിയാണ് പറഞ്ഞ ജീവിതത്തിൽ. അത്രയും അങ്ങനെയൊക്കെയാണ് ഞാൻ കല്യാണത്തിൽ. എൻ്റെ കല്യാണം ഓൾറെഡി ഉപ്പാക്ക് വയ്യ, ഉപ്പാക്ക് ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അങ്ങനെ ഉപ്പാന്റെ ഒരു നിർബന്ധം ഇതൊക്കെയാണ് വെച്ചിട്ടാണ് പെട്ടെന്ന് കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ എല്ലാവരും പറഞ്ഞു കല്യാണം കഴിഞ്ഞതൊക്കെ മാറും, ഒരു പെണ്ണ് കല്യാണം കഴിച്ചാലും കല്യാണം കഴിഞ്ഞാൽ ഇത് മാറും എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് കല്യാണത്തിലേക്ക് വന്നത്. ഇത് കളഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ആ കുട്ടീനെ നിക്കാതെ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി +1 +2 പഠിക്കായിരുന്നു. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഡിപ്ലോമ കോഴ്സ് ചെയ്തു. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തത്. പിന്നെ ചെയ്യിച്ചതും പിന്നെ നമുക്ക് മന്ത്ലി അവർക്ക് മാസം മാസം പേയ്മെന്റ് കൊടുക്കണമല്ലോ നിക്കാതെ കഴിഞ്ഞാൽ. അങ്ങനെ അത്യാവശ്യം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈവോഴ്സ് ചെയ്ത സമയത്തും ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിയുന്നത്. പിന്നെ ഞങ്ങൾ കൊടുത്ത സ്വർണ്ണങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുത്തു. അതായത് ഞങ്ങൾ കൊടുത്ത മെഹർ കൊടുത്ത അതൊന്നും ഞങ്ങൾ തിരിച്ച് വാങ്ങിയിട്ടൊന്നുമില്ല. അതൊക്കെ നമ്മൾ കൊടുത്തു. കാരണം ആ കുട്ടിക്ക് നാളെ ലൈഫ് ഉണ്ടായാൽ അത് ബെറ്റർ ആയിക്കോളും എന്ന് വിചാരിച്ചു ഉമ്മ പറഞ്ഞു അതൊന്നും വാങ്ങേണ്ട, ഒക്കെ അവൾക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരു പെണ്ണോട് ജീവിതം നശിപ്പിച്ചു എന്ന് തോന്നാറില്ല. സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ ഞാൻ. ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഞാൻ കോണ്ടാക്ട് ഇല്ല. ഉമ്മാനെ ഇടക്ക് വിളിക്കാറുണ്ടെന്ന് പറയാം. അതിപ്പോ സെറ്റിൽ ആയോ കല്യാണം? അവള് ഇപ്പോ ഓൾറെഡി വിദേശത്തേക്ക് പോവാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല? അല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ എനിക്കറിയില്ല, ഞാൻ ചോദിക്കാറൊന്നുമില്ലല്ലോ, എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ജാസിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഒരു ഇൻ്റർവ്യൂവിൽ ആങ്കർ ചോദിക്കുന്നുണ്ട് ആദ്യ ഭാര്യയെക്കുറിച്ചും ആ ഒരു കുട്ടിയുടെ ജീവിതം തകർത്തതല്ല, ഇങ്ങനെ കുറേയധികം ആൾക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് ജാസിയുടെ അഭിപ്രായം എന്താണ് എന്നുള്ള ഒരു കാര്യം. ഇതിനെക്കുറിച്ച് ജാസി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഫസ്റ്റ് ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഉമ്മയടുത്തൊക്കെ പറഞ്ഞ സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞത് ശരിയാവും, നിനക്ക് തോന്നുകയാണ് എന്നുള്ളൊരു കാര്യമാണ്. അത് കേട്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് അതൊക്കെ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ആ കുട്ടിയുടെ ജീവിതത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേനും ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ട്, നല്ല ഡിഗ്രി എടുക്കാനൊക്കെ പൈസയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഒരു എഡ്യൂക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഈ കുട്ടിയായിട്ട് ബന്ധമുണ്ടോ എന്ന് ആങ്കർ ചോദിച്ച സമയത്തില്ലേ, ഇപ്പം ഞാൻ ആ കുട്ടിയായിട്ട് അങ്ങനെ സംസാരിക്കുന്നതൊന്നുമില്ല, പക്ഷേ ഉമ്മാനെ വിളിക്കാറുണ്ട്, ഉമ്മയായിട്ട് സംസാരിക്കാറുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും ആ കുട്ടിയുടെ ജീവൻ തകർത്തു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ള കാര്യവും ജാസി പറയുന്നുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആ ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് പൈസയായിട്ടായാലും ശരി, അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ വിദ്യാഭ്യാസവും കൊടുത്തിട്ടുണ്ട്. എല്ലാ രീതിയിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ജാസി പറയുന്നുണ്ട്. ഇത് മെയിനായിട്ട് പറയാനുള്ള കാരണം കുറേയധികം ആൾക്കാരെന്ന് പറഞ്ഞാൽ ജാസിയുടെ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്ന് ഇതേ കണക്കുള്ള പെൺകുട്ടിയുടെ ജീവിതം തകർത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ വരും. അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തേന് കല്യാണം കഴിഞ്ഞ് ഇതറിയാമെങ്കിൽ പിന്നെ എന്തിനാ ആ സമയത്ത് ഡിസിഷൻ ബോൾഡായിട്ട് എടുത്ത് ആ ഒരു കുട്ടിയുടെ ജീവിതം സംരക്ഷിച്ചുകൂടെ എന്നുള്ളൊരു കാര്യം അതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതാരായാലും ആ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് എഡ്യൂക്കേഷനും കൊടുത്തെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഇപ്പോൾ കല്യാണം കഴിച്ചു ആ ഒരു വ്യക്തി ഇതേ കണക്കാണോ, ഡിവോഴ്സ് ആവുന്നു, ഡിവോഴ്സിൻ്റെ കാരണം ഇങ്ങനെയാണ്, ഇതൊക്കെ പറയുമ്പോഴത്തേന് പെട്ടെന്ന് ആ ഒരു കുട്ടിയുടെ ജീവിതം പെട്ടെന്ന് പറയുന്ന കണക്കല്ല, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ആ കുട്ടിയെ സാമ്പത്തികമായിട്ടും അല്ലാതെ എഡ്യൂക്കേഷൻ പറ്റുന്ന രീതിയിലെല്ലാം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ജാസി പറയുന്നുണ്ട്. ചിലവർ കുറേയധികം പേര് അത് എന്താ പറയുക, ജാസി പറഞ്ഞവനോട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. ചിലവർ അത് എന്തൊക്കെ ചെയ്താലും അത് ജാസി ചെയ്ത് തെറ്റാണ് എന്ന് പറയുന്നവരും ഉണ്ടായിരിക്കാം. സോ ഈ ഒരു കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏതാണ്, ജാസി ചെയ്ത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഉള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.